ചോരയും കുടിച്ചാൽ അതിന്റെ നാക്കുമ്പോൾ. റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. മലയാളികളുടെ ജീവിതത്തോട് അത്രമേൽ ഇഴുകി നിൽക്കുന്ന അത് തന്നെയായിരുന്നു. സാധാരണക്കാരുടെ ജീവിതങ്ങളെ ഈ പറഞ്ഞതുപോലെ അസാധാരണ മിഴിവോടെ തിരശ്ശീലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ചിത്രം ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ചിത്രത്തിലേക്ക് ഒതുക്കാൻ നമുക്കൊരിക്കലും കഴിയാറില്ല. നിരവധി ചിത്രങ്ങൾ, നിരവധി കഥാപാത്രങ്ങൾ, നിരവധി ഡയലോഗുകൾ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലൂടെ അങ്ങനെ തന്നെ കടന്നു പോകുന്ന കാഴ്ചകൾ അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആഷിഖ് തുടരുന്നുണ്ട്. ആഷിഖ്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നായിക്കോട്ടെ, അദ്ദേഹം എന്ന നടനിൽ നിന്നായിക്കോട്ടെ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ചിത്രം എടുത്തു പറയുക എന്നുള്ളത് അസാധ്യമായ കാര്യം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച്. ആഷിഖിന് എങ്ങനെയാണ് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനിവാസൻ ചിത്രം ഏതാണ്? അദ്ദേഹത്തെ എങ്ങനെയാണ് അദ്ദേഹം എന്നുള്ളൊരു ശ്രീനിവാസൻ എന്നുള്ളൊരു സിനിമാ പ്രവർത്തകൻ, ചലച്ചിത്ര പ്രവർത്തകൻ ആഷിഖിനെ? എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക പ്രയാസമാണ്. അമൃത പറഞ്ഞു, നമുക്ക് ഒരു ചിത്രത്തെ ഓർത്തെടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ബാല്യകാലത്തൊക്കെയും മനോഹരമായ അനുഭവങ്ങൾ തന്ന കലാകാരൻ അദ്ദേഹം. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമെന്ന് കരുതുന്ന വേഷം ചിദംബരത്തിലെ മുനിയാണ്ടിയാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു തേയില എസ്റ്റേറ്റിലെ അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിലെ ഒരു ജീവനക്കാരൻ ആയി അഭിനയിക്കുന്ന ഒരു വേഷമുണ്ട്. ഒരു കാക്കി നിക്കറും ഒരു മുഷിഞ്ഞ ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് തന്റെ ഭാര്യ തന്റെ യജമാനന് വഴിപ്പെട്ടു കൊടുത്തതിന്റെ ദുഃഖത്തിൽ അവളെ വെട്ടിക്കൊന്നതിന് ശേഷം തൂങ്ങി മരിക്കുന്ന മുനിയാണ്ടിയുടെ കണ്ണിലെ നിസ്സംഗത അസാധാരണമായ നിലയിൽ അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആ കഥാപാത്രം അനുഭവിപ്പിച്ച ഒരു തീക്ഷ്ണത മറ്റൊരു കഥാപാത്രത്തിനും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കരുതില്ല. പക്ഷെ അത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. മറ്റുള്ളവർക്ക് വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവാം. പക്ഷേ ചിദംബരത്തിലെ മുനിയാട്ടി ഒരു 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 സിനിമാ പ്രേമിക്ക് മറക്കാൻ കഴിയുന്നതാണ് എന്ന് കരുതുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തെ ഒരു കേവലമായ ഹാസ്യ കലാകാരൻ എന്ന നിലയിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഹാസ്യ കഥാപാത്രങ്ങൾ, ഹാസ്യ കഥാസന്ദർഭങ്ങൾ, ഹാസ്യ സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിതീക്ഷ്ണമായ ജീവിത സന്ദർഭങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലാസിക് നിലവാരത്തിലുള്ള നിരവധി ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിലൊന്ന് മാത്രമാണ് ചിദംബരം സിനിമയിലെ മുനിയാണ്ടി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ ട്രാഫിക് സിനിമയിലെ ഒരു പോലീസുകാരന്റെ വേഷമൊക്കെ അസാധാരണമായ മികവോടെ അദ്ദേഹം അനുഭവിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ടൗൺ ഹാളിലെ ആളുകളുടെ ഒഴുക്ക് നിലച്ചിട്ടില്ല കാണാൻ കഴിയും. അമൃത നിരവധി ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുവാനായി. നമുക്കറിയാം, അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. വയ്യാതിരിക്കുകയാണ് എന്ന് നമുക്കറിയാമായിരുന്നെങ്കിൽ കൂടിയും പെട്ടെന്നൊരു മരണം ഉണ്ടാകുമെന്ന് ആരും തന്നെയും പ്രതീക്ഷിച്ചിരുന്നില്ല. രാവിലെ മരണം സംഭവിക്കുന്നു. പിന്നീട് ഉടനെ തന്നെ കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുവരിക, അവിടെ പ്രാഥമികമായ ചെറിയൊരു പൊതുദർശന പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലൊക്കെ ആസൂത്രണവും ആലോചനയും നടക്കുന്നതും. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പൊതുദർശന ടൗൺ ഹാളിൽ ഒരുക്കാമെന്ന തീരുമാനം കുടുംബാംഗങ്ങളും മറ്റുള്ളവരും ആലോചിച്ച് തീരുമാനിക്കുകയും ശേഷം 3 മണിക്ക് ശേഷം കണ്ടനാട്ടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനും നാളെ 10 മണിയോടുകൂടി ഔദ്യോഗിക ബഹുമതിയോടുകൂടി സംസ്കാരം നടത്തുവാനുള്ള തീരുമാനം ഈ ഘട്ടത്തിൽ ആയിട്ടുണ്ട്. ഏതായാലും അന്ത്യോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. മലയാളത്തിലെ പ്രിയപ്പെട്ട നടനും സംവിധായകനും തിരക്കഥാകൃത്തും ബഹുമുഖ പ്രതിഭയും ഒക്കെയുമായിരുന്ന ശ്രീനിവാസന് അന്ത്യോപചാരം അർപ്പിക്കുവാനായി നിരവധി ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ ദിലീപ് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. നമുക്കറിയാം, ദിലീപിന്റെയും അഭിനയ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ആളാണ് ശ്രീനിവാസൻ എന്ന് അദ്ദേഹം ഇന്നലെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലും ദിലീപ് ആ കാര്യം പറയുന്നുണ്ട്. ശ്രീനേട്ടനില്ലാതെ തന്റെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയുമെന്ന് തനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ടൗൺ ഹാളിലേക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാനായി ദിലീപ് എത്തിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ദിലീപ് സമയത്തിനകം അന്ത്യോപചാരം അർപ്പിക്കുവാനായി ആ പോഡിയത്തിലേക്ക് എത്തുന്നതാണ്.